ചങ്ങനാശ്ശേരി അതിരൂപതാ തല ജൂബിലി വർഷ ഉദ്ഘാടനം മെത്രാപ്പോലിത്തൻ പള്ളിയിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് നിർവഹിച്ചു. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഗായകരാകാനാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ക്ഷണിക്കുന്നതെന്ന് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് അഭിപ്രായപ്പെട്ടു. ഈ അവസരത്തില് പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടേതാക്കി മാറ്റാം. പ്രത്യാശയുടെ ഗായകരാകുക. പ്രത്യാശയുടെ ഗായകരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. പ്രതിസന്ധികളുടെയും വേദനകളുടെയും യുദ്ധങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രത്യാശ നശിച്ച എല്ലാ അനുഭവങ്ങളുടെയും മുമ്പില് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉചിതനായ ഈശോ നൽകുന്ന ആ പ്രത്യാശയുടെ, നന്മയുടെ, സ്നേഹത്തിന്റെ ആ സംഗീതം ആലപിക്കുവാന് നമ്മളാവും വിധം ആത്മാർത്ഥമായിട്ട് നമ്മുടെ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലി മേഖലയിലും നമ്മുടെ ഇടവക തലങ്ങളിലും നമ്മുടെ അതിരൂപതാ തലത്തിലും എല്ലാ മേഖലയിലും പ്രത്യാശ നൽകുന്ന സംസാരവും പ്രത്യാശ നൽകുന്ന പ്രവൃത്തികളും പ്രത്യേകമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിലും ഇന്നത്തെ പ്രാർത്ഥനകളിലെല്ലാം പ്രത്യേകമായിട്ട് ഇപ്രകാരമുള്ള ആ ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടെ നിർവഹിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഈ വരുന്ന ഒരു വർഷക്കാലം ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിന് നമ്മുടെ അതിരൂപതയിലും ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലും സമൃദ്ധിയുടെയും കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ഒരു വർഷമായി മാറുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ജൂബിലി വർഷ പ്രതീകമായ മാർസ്ലീവ പ്രതിഷ്ഠിച്ച് ജൂബിലി പ്രാർത്ഥനയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ഈ ലോകത്തിലെ ഓരോ കുടുംബത്തെയും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നവീകരിക്കാനുള്ള ദൈവത്തിന്റെ ക്ഷണമാണെന്നും എല്ലാവരും അതിനോട് ഹൃദയം തുറന്ന് സഹകരിക്കണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം ജൂബിലി സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നത് ഒരു നവീകരണമാണ്, ആത്മീയമായ നവീകരണം. കാരണം നമ്മളെല്ലാവരും ഒത്തിരിയധികം പരിമിതികളും വീഴ്ചകളും ഒക്കെ ഉള്ളവരാണ്. അവയൊക്കെ കാലാകാലങ്ങളിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു പ്രത്യേക വർഷമായിരിക്കണം ഈ വർഷം എന്ന് ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്, മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി, മോൺസിഞ്ഞോർ സോണി തെക്കേക്കര, മോൺസിഞ്ഞോർ വർഗീസ് താനമാവുങ്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, ജൂബിലി ജനറൽ കൺവീനർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ, ചെത്തിപ്പുഴ വികാരി ഫാദർ തോമസ് കല്ലുകളം CMI, ഗെറ്റ്സെമിനി സുപ്പീരിയർ ഫാദർ മാത്യു മുളങ്ങാശ്ശേരി, ഫാദർ സ്മിത്ത് ശ്രാമ്പിക്കൽ, ഫാദർ ടോണി കരിക്കണ്ടം, ഫാദർ ജിൻഡോ മുരിയങ്കരി ചിറയിൽ, ഫാദർ ജോഷി പാണംപറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ജൂബിലി വർഷത്തിന്റെ ഇടവകതല കുടുംബതല ഉദ്ഘാടനം ജനുവരി 5 ഞായറാഴ്ച അതിരൂപതയിലെ 250 ഇടവകകളിലും വികാരിയച്ചന്മാരുടെയും ജൂബിലി സമിതിയുടെയും നേതൃത്വത്തിൽ ആഘോഷമായി നടക്കും.